ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പല ഇസ്ലാം മതവാദികളും ആവർത്തിച്ചു പറയുന്ന ഒരു രസകരമായ വാദമാണ്. അവർ പറയുന്നു ഖുറാനിൽ 14 നൂറ്റാണ്ട് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർക്ക് ഒരു ഈച്ചയെ പോലും ഉണ്ടാക്കാനാവില്ല എന്നും. ഇന്നും ശാസ്ത്രത്തിന് പറ്റിയിട്ടില്ല, ഇനി ഒരിക്കലും പറ്റുകയുമില്ല. അതുകൊണ്ട് ഖുറാൻ ദൈവികവും ശാസ്ത്രീയവുമാണ് എന്നതാണ് തെളിവെന്ന് അവർ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും, ഇതെല്ലാം ഇന്നും സത്യമാണല്ലോ എന്ന്. ശാസ്ത്രത്തിനും ഇതുവരെ ഒരു ജീവിയെ പോലും പൂർണ്ണമായി ഉണ്ടാക്കാനായിട്ടില്ലല്ലോ എന്ന്. പക്ഷേ കൂട്ടുകാരെ, നമുക്ക് ഈ വാദം ശാസ്ത്രീയമായി പരിശോധിക്കാം. മതവാദികൾ ഉദ്ധരിക്കുന്നത് ഖുറാനിലെ ഈ വാക്യമാണ്. സൂറത്ത് അൽ ഹജ്ജ് 22:73. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരൊക്കെയും ചേർന്നാലും ഒരു ഈച്ചയെങ്കിലും സൃഷ്ടിക്കാനാവില്ല. ഈച്ച അവരിൽ നിന്ന് എന്തെങ്കിലും എടുത്തുപോയാൽ അവർക്ക് അത് മടക്കി ലഭിക്കുകയുമില്ല. ഈ ആയത്ത് വെച്ച് ഇസ്ലാമിക കപട ശാസ്ത്രവാദികൾ പറയുന്നത് കേട്ടാൽ തോന്നും, ശാസ്ത്രത്തിന് എല്ലാം സൃഷ്ടിച്ചത് ഞാനാണ് എന്നൊരു അവകാശവാദമുണ്ടെന്ന്. പക്ഷേ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്, ഈ ആയത്തിൽ യാതൊരു ശാസ്ത്രവുമില്ല. അത് ഒരു മതവാദം മാത്രമാണ്. ദൈവത്തിന്റെ ശക്തിയുടെയും കഴിവിന്റെയും മുന്നിൽ മനുഷ്യർ ഒന്നുമല്ല എന്നതാണ് ഈ ഖുറാൻ ആയത്തിന്റെ വെല്ലുവിളിയും അവകാശവാദവും. അതാണ് ഈ ആയത്തിൽ പറയുന്നത്. പക്ഷേ ചിലർ അതിനെ വലിച്ചു നീട്ടി വ്യാഖ്യാന ഫാക്ടറികൾ ഇറക്കി ശാസ്ത്രമാക്കി കാണിക്കുന്നതാണ് കപടശാസ്ത്രം. ഇസ്ലാം മതവാദികൾ പറയുന്നത് ഇതാണ്, മനുഷ്യർക്ക് ഇന്നും ഒരു ഈച്ചയെ പോലും ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഖുറാൻ പറയുന്നത് എത്രയോ ശരിയാണ് എന്ന്. അതെ, അത് ശരിയാണ്. പക്ഷേ അതുകൊണ്ട് ഖുറാൻ ശാസ്ത്രീയമാണെന്ന് തെളിയിക്കുന്നില്ല. കാരണം ശാസ്ത്രം ജീവനെ സൃഷ്ടിക്കാനല്ല പ്രവർത്തിക്കുന്നത്. അങ്ങനെ ഒരു അവകാശവാദം ശാസ്ത്രത്തിന് ഇല്ല. സൃഷ്ടിവാദം മതത്തിന്റെ മാത്രം തെളിവുകളില്ലാത്ത ഒരു അവകാശവാദം മാത്രമാണ്. ശാസ്ത്രം പഠിക്കുന്നത് ജീവൻ എങ്ങനെ രൂപപ്പെട്ടു, അതിന്റെ ഘടകങ്ങൾ എന്താണ്, പ്രകൃതിദത്തമായി അത് എങ്ങനെ സംഭവിച്ചു എന്നതാണ്. അത് അല്ലാതെ ശാസ്ത്രം സൃഷ്ടിവാദത്തിന്റെ കാര്യത്തിൽ ദൈവവുമായി മത്സരിക്കുന്ന ഒന്നല്ല. സൃഷ്ടിയെക്കുറിച്ചുള്ള ശാസ്ത്രത്തിന്റെ ഭാഗം നമുക്ക് ഒന്ന് നോക്കാം. 1953 മില്ലർ യൂറി പരീക്ഷണം നടന്നു. അവിടെ ശാസ്ത്രജ്ഞർ ഭൂമിയുടെ ആദ്യകാല അന്തരീക്ഷം പുനരാവിഷ്കരിച്ചു. വായുവിലുള്ള ഹൈഡ്രജൻ, മീഥേൻ, അമോണിയ തുടങ്ങിയവ ചേർത്ത് വൈദ്യുതി കടത്തിവിട്ടപ്പോൾ ജീവന്റെ അടിസ്ഥാന ഘടകമായ അമിനോ ആസിഡുകൾ സ്വാഭാവികമായി രൂപപ്പെട്ടു. അതായത് ജീവൻ ഉണ്ടാകാൻ അത്ഭുതമോ ദൈവികതയോ ആവശ്യമില്ലെന്ന് ശാസ്ത്രം തെളിയിച്ചു. ജീവൻ ഉണ്ടാകാൻ പ്രകൃതിദത്ത പ്രക്രിയകൾ മതി. ഇതേ ആയത്തിൽ നിന്നുള്ള മറ്റൊരു വാദം കൂടി ഇവർ പറയുന്നുണ്ട്. ഈച്ച അവരിൽ നിന്ന് എന്തെങ്കിലും എടുത്തുപോയാൽ അത് മടക്കി ലഭിക്കുകയില്ല. ഇതും ഖുറാൻ ദൈവികമാണെന്നതിന് തെളിവാണ് എന്നും. പക്ഷേ കൂട്ടുകാരെ, അത് ആർക്കും കാണാവുന്ന ഒരു സാധാരണ നിരീക്ഷണമാണ്. ഒരു ഈച്ച എന്തെങ്കിലും തിന്നാൽ അല്ലെങ്കിൽ എടുത്തു കൊണ്ടുപോയാൽ അത് തിരികെ കിട്ടുന്നില്ലെന്ന് അന്നത്തെ മനുഷ്യർക്കും അറിയാമായിരുന്നു. അതിനാൽ അതിൽ ശാസ്ത്ര അത്ഭുതമൊന്നുമില്ല. അത് സാധാരണ മനുഷ്യ നിരീക്ഷണത്തിൽ കാണുന്ന ഒരു വസ്തുത മാത്രമാണ്. ഇപ്പോൾ നമുക്ക് ഈച്ചയെക്കുറിച്ചുള്ള യഥാർത്ഥ ശാസ്ത്രം നോക്കാം. ഇവിടെ പറയുന്ന ഈച്ച സാധാരണ ഈച്ച അല്ല കൂട്ടുകാരെ, പഴ ഈച്ചയാണ്. അതായത് പഴം പാകുമ്പോൾ ചുറ്റും കാണുന്ന ചെറിയ ഈച്ചകൾ. അവയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ശാസ്ത്രീയമായി അതിന് പറയുന്ന പേര് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. ഇത് ജീവശാസ്ത്ര ഗവേഷണത്തിൽ പ്രധാനപ്പെട്ട ഒരു ജീവിയാണ്. ഇതിന്റെ ശരീരത്തിൽ 13,600ഓളം ജീനുകളുണ്ട്. കോടിക്കണക്കിന് DNA ഘടകങ്ങൾ, സൂക്ഷ്മമായ കോശഘടന, നാഡീവ്യൂഹം, കണ്ണുകൾ, ചിറകുകൾ എല്ലാം അതീവ സങ്കീർണമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. അതിനാൽ തന്നെ അത് മനുഷ്യൻ നിർമ്മിക്കാനായിട്ടില്ല എന്നത് ദൈവത്തിന്റെ തെളിവല്ല. ജീവന്റെ അതിസങ്കീർണതയാണ് കാരണം. ശാസ്ത്രം ആ സങ്കീർണത ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കൂട്ടുകാരെ, മനുഷ്യർക്ക് ഒരു ഈച്ചയെ പോലും ഉണ്ടാക്കാനായില്ല എന്നത് ഒരു ശാസ്ത്രീയ പരിമിതി മാത്രമാണ്, ദൈവിക പ്രവചനമല്ല. കാരണം ശാസ്ത്രത്തിന് അതിന് കഴിയുന്ന ഒരു കാലം വന്നാൽ മനുഷ്യൻ അവന്റെ ഈ പരിമിതി മറികടക്കും. അങ്ങ് ഖുറാനിലെ ഈ അവകാശവാദം തന്നെ തെറ്റും. ഖുറാൻ പറഞ്ഞത് മനുഷ്യന്റെ പരിമിതിയെക്കുറിച്ചാണ്. അതിനെ എല്ലാ കാലത്തും മനുഷ്യൻ അശക്തൻ ആയിരിക്കും എന്ന് വാദിക്കുന്നത് മുൻവിധിയും അറിവില്ലായ്മയുമാണ്. മതം എല്ലായ്പ്പോഴും വിശ്വാസങ്ങൾ മാത്രമായിരിക്കും. ശാസ്ത്രം എപ്പോഴും തെളിവുകൾ അന്വേഷിക്കുന്നതായിരിക്കും. രണ്ടും കലർത്തിയാൽ കിട്ടുന്നത് കപടവിശ്വാസം മാത്രമാണ്. ചിന്തിക്കൂ കൂട്ടുകാരെ, സത്യത്തെ അറിയാൻ വിശ്വാസം മതി എന്ന് പറയുന്നവർ പലരും ഒരിക്കലും ചോദിച്ചിട്ടില്ല, തെളിവ് എവിടെയാണ് എന്ന്. പക്ഷേ ശാസ്ത്രം നമ്മെ പതിപ്പിക്കുന്നത് അതാണ്. ചോദിക്കുക, അന്വേഷിക്കുക, പരിശോധിക്കുക, ഉറപ്പാക്കുക. കാരണം സത്യം എന്നത് വിശ്വാസമല്ല, തെളിവാണ് സത്യത്തിലേക്ക് നയിക്കുന്നത്. മതം നമ്മെ വിശ്വസിക്കാൻ പഠിപ്പിക്കും, പക്ഷേ ശാസ്ത്രം നമ്മെ സംശയിക്കാനും ചോദ്യം ചോദിക്കാനും പഠിപ്പിക്കും. അങ്ങനെയാണ് ശാസ്ത്രം മുന്നോട്ടു പോകുന്നത്. മതവിശ്വാസികളുടെ കപട ശാസ്ത്രവാദങ്ങൾ തുറന്ന് കാണിക്കുന്ന മറ്റൊരു വീഡിയോയിൽ നമ്മൾക്ക് വീണ്ടും കാണാം കൂട്ടുകാരെ.